ഹായ്, നമസ്കാരം. വെൽക്കം ടു ട്രിനി സ്റ്റോറീസ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ഒരു 35 ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ എന്താ സംബന്ധിച്ച് വെച്ചാൽ നമുക്ക് ഈ 35, 40 ആ ഒരു ഇതിലൊക്കെ വരുമ്പോൾ നമുക്കൊരു മൂഡ് സ്വിങ്സ് വരാറുണ്ട് ഇല്ലേ? കുറച്ച് ലേഡീസിനെങ്കിലും അത് മനസ്സിലാവും. അപ്പോൾ ഈ മൂഡ് സ്വിങ്സ് വന്നിട്ട് എൻ്റെ കുറച്ച് പൈസ പോയി. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്ന്. ഇത് കണ്ടോ, ഫ്ലിക്ക സിൽക്ക് ടച്ച്. എനിക്ക് കാണാൻ പറ്റുന്നില്ലേ? ഫ്ലിക്ക സിൽക്ക് ടച്ച്. ഞാനിത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരികയാണ്. അപ്പോൾ അവർ ഹിന്ദിയിലാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഹിന്ദി അത്രയ്ക്ക് വശമില്ല എങ്കിലും ഇപ്പം നമ്മുടെ ഈ ബ്യൂട്ടി പാർലറുകളിലും നമ്മൾ എവിടെ പോയാലും ഹിന്ദിക്കാരുള്ള പറഞ്ഞാൽ അവരോടൊക്കെ സംസാരിച്ച് ചെറുതായിട്ടൊക്കെ ഹിന്ദി പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാനൊരിക്കലും ഒരു ഹിന്ദി സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രൂ ഒക്കെ ഹിന്ദി എന്നുള്ള അവിടെ ബോളിവുഡിൽ നിന്നുള്ളവരായിരുന്നു. അങ്ങനെ കുറച്ച് ഹിന്ദിയൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, നിങ്ങൾ അയച്ച പൈസ ഇവിടെ ക്രെഡിറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി അത് അയക്കുവാണെങ്കിൽ ആദ്യത്തെ പൈസ ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരാം. നിങ്ങളിത് അയച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിട്ട്, ഇവിടെയാണ് വീട്ടിലാണ് ആരുമില്ല, എല്ലാവരും ഓരോ ആവശ്യത്തിനൊക്കെ പുറത്ത് ഇരിക്കാം. ഞാൻ ഭയങ്കരമായ മൂഡ് ഓഫും വല്ലാത്തൊരു ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈ കോൾ വരുന്നത്. ഈ കോളിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ചെയ്തേക്കാം എന്നും പറഞ്ഞിട്ട് ഞാനത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ 1439.07 ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു 07 അല്ല 70 ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനാണെങ്കിലും എങ്ങനെയെങ്കിലും തീരട്ടെന്ന് പറഞ്ഞു വീണ്ടും അത് ചെയ്തു. അപ്പോൾ 3 തവണ ഞാൻ 1439 രൂപ വെച്ച് അവർക്ക് അയച്ചു കൊടുത്തു. പക്ഷെ എൻ്റെ അന്നേരത്തെ ഒരു മൂഡിൽ എനിക്കിതൊന്നും തലയിൽ കയറുന്നില്ല. ഇങ്ങനെ ചെയ്യരുത്. നോർമൽ ടൈമാണെങ്കിൽ ഞാൻ പറയും ശരി 1539 ആദ്യം വെച്ചു, അത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയില്ല, നിങ്ങൾ ഓർഡർ ക്യാൻസൽ ചെയ്തോ, ഞാൻ വേറെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞേനെ. പക്ഷേ ഈ മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ തലയിലൊന്നും കയറില്ല. ഞാനിങ്ങനെ അയച്ചു കൊടുക്കുക. അതെൻ്റെ അക്കൗണ്ടിൽ നേരം പൈസ ഉണ്ടായിരുന്നതുകൊണ്ടും കൂടി കേട്ടോ. അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യത്തില്ല, വേറെ കാര്യം. ഞാൻ പറയുക ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തു. 3ാമത്തെ തവണ അയച്ചു കൊടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ വേറൊരാൾക്ക് കോൾ കണക്ട് ചെയ്യാം, അവർ നിങ്ങളുടെ എമൗണ്ട് റീഫണ്ട് ചെയ്യും. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യണം ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെന്താ മനസ്സിലാകുന്നില്ല. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് ബാങ്ക് ട്രാൻസ്ഫറിൻ്റെ അവിടെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ, അതിൽ അവർ പറയുന്ന ബാങ്ക് അക്കൗണ്ട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തി, ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ, ഞാൻ എന്തിനാ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഇതിൽ ടൈപ്പ് ചെയ്ത് വെക്കണം. ഞാൻ എനിക്ക് അറിയാവുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ പറഞ്ഞു ഇതെന്താ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഇത് ഇങ്ങനെ അവരുടെ അക്കൗണ്ട് ടൈപ്പ് ചെയ്താലേ അത് വരുള്ളൂ എന്നൊക്കെ പറയുക. അപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. ഞാൻ നോക്കുമ്പോൾ 1/2 മണിക്കൂർ ആയിട്ട് ഞാൻ ഈ ഫോൺ ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കുക. അന്നേരം ഞാൻ എന്തൊക്കെയോ അറിയാവുന്ന ഇതിലൊക്കെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. അപ്പോൾ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം പറഞ്ഞു ഇങ്ങനെയാണെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു അത് ഫ്രോഡ് തന്നെയാണ്, അതിലൊന്നുമില്ല, ഇപ്പോൾ പോയി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വേറൊരു ഹിന്ദിക്കാരി വിളിച്ചിട്ട് ഇങ്ങനെയാണ് നിങ്ങൾ പൈസ പോയില്ലേ എന്നല്ല 2 പ്രാവശ്യം ചെയ്തില്ലേ, അത് വീണ്ടും ചെയ്തു തരാം, റീഫണ്ട് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവർ വീണ്ടും എന്നോട് പറയാം നിങ്ങൾ ഒന്നും കൂടെ അത് അയക്കാൻ 1439. അപ്പോഴേക്കും ഞാൻ നോർമലാണ്. ഞാൻ പറഞ്ഞു പോയി പണി നോക്ക്, ഞാൻ ഇപ്പോൾ ഇത് സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഹസ്ബൻഡിന് ഈ നമ്പർ കൊടുത്തു. ആൾക്ക് ഹിന്ദിയൊക്കെ അറിയാം. അപ്പോൾ ആൾ ഹിന്ദിയിലൊക്കെ പറഞ്ഞിട്ട് അവർ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തു എന്ന് അവരും ഫോൺ കട്ട് ചെയ്തു അത്രേ. അങ്ങനെ എൻ്റെ പൈസ പോയി. എൻ്റെ മൂഡ് സ്വിങ്സ് കാരണം ഉണ്ടായ ചിലവാണ് 1439 രൂപ 3 തവണ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി. അപ്പം ഞാൻ പറഞ്ഞു തന്നത് മൂഡ് സ്വിങ്സ് ആകുമ്പോൾ നമ്മുടെ മൂഡ് കാമാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ മര്യാദയ്ക്ക് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതുപോലുള്ള പ്രോഡക്ട്സ് ഓർഡർ ചെയ്യണേ. പ്രോഡക്ട്സ് കൊള്ളാം, നല്ലതാണ്, നല്ല മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മളങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ വിശ്വസിക്കാവുന്ന സൈറ്റിൽ നിന്ന് മാത്രം ഓർഡർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ത്യയിൽ നൈക്ക നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് 35+ ആയിട്ടുള്ള ലേഡീസിനും അവരുടെ ഹസ്ബൻഡ്സിനും ഒക്കെയാണ്. എന്താ വെച്ചാൽ നമ്മൾ ലേഡീസിന് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ ഏജിൽ. അപ്പോൾ ഇപ്പോൾ പൈസ പോയി, എൻ്റെ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറഞ്ഞ് വെള്ളം വെച്ചിരുന്നെങ്കിൽ ഞാൻ വീണ്ടും എൻ്റെ മൂടൊക്കെ ആകെ മാറിയേനെ. പക്ഷേ പുള്ളിക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയത് കാരണം പുള്ളി വെള്ളമൊന്നും വെച്ചില്ല, സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ലേഡീസിനോടും ഹസ്ബൻഡ്സിനോടും കൂടി പറയുവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലേഡീസിൻ്റെ ഒക്കെ ഒരു മൂഡ് സ്വിങ്സ് എന്തൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങളൊന്ന് അവരെ ഒന്ന് സ്നേഹിച്ച് തലോടി ഇരുന്നാൽ ഇത്തരം മൂഡ് സ്വിങ്സ് ഒക്കെ ഒരു പരിധി വരെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ വിഷയം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.